ഹായ്, എല്ലാവർക്കും പ്രീതാസ് അമ്മൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല സ്വാദുള്ള പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതി പൈനാപ്പിൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി അധികം ചേർക്കരുത്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. പൈനാപ്പിൾ വേവണ നേരത്ത് നമുക്ക് അരപ്പും കൂടി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം. ജീരകവും വെളുത്തുള്ളി ഒന്നും തന്നെ ചേർക്കരുത്. ഇനി ഇതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായി തന്നെ അരച്ചെടുക്കണം. നമ്മുടെ പൈനാപ്പിൾ ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ ജാറിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജാറി കലക്കിയ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പച്ചടി ആകുമ്പോൾ നല്ല കുറുകി തന്നെ ഇരിക്കണം. അതാണ് നല്ലത്. അരപ്പിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായി തിളക്കണം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം കറി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിളിൻ്റെ മധുരവും പുളിയും കൂടി ആകുമ്പോൾ നല്ല രുചിയുള്ള കറിയും കൂടി ആകും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് താളിച്ചിടാം. താളിക്കാനായിട്ട് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും കൊല്ലമുളക്, വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമുള്ള കറി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.